മാർച്ച് 31 മുമ്പായിട്ട് രാജ്യത്തെ ചുവപ്പ് ഭീകരരെ പൂർണ്ണമായിട്ടും ന്യൂട്രലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും കൊന്നൊടുക്കുക എന്ന നിലയിലേക്കാണ്. പക്ഷേ ഈ കൊന്നൊടുക്കുന്ന നില വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ ഈ കീഴടങ്ങുന്ന സറണ്ടർ ആകപ്പെടുന്ന ഈ നക്സലുകളുടെ എണ്ണവും കൂടി വരികയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ബുദ്ധി ഉണ്ടാവില്ലല്ലോ. കുറേയൊക്കെ വിപ്ലവം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തോക്ക് നേരെ വന്നിരുന്ന സമയത്ത് പെരുമാറ് കാണിച്ച് വെടിയുണ്ടകളെ നെഞ്ചോട് സ്വീകരിച്ചു എന്നൊക്കെ നമുക്ക് എഴുതാനും വായിക്കാനും സാഹിത്യങ്ങളൊക്കെ പറ്റും. ആ വെടിയുണ്ട അടുത്ത് വരുന്നു എന്ന് കേൾക്കുന്ന നേരെ തോക്ക് പൊന്നിച്ച് വെള്ളത്തുണിയും പൊക്കി പിടിച്ച് പോയി സറണ്ടർ ആകുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഇതിൻ്റെ അകത്ത് പറയാതെ വയ്യ വിവരെ, കൊന്നത് ഈ നക്സലുകളെയാണെങ്കിലും അതെല്ലാം ചെന്ന് ആ വെടിയുണ്ടകൾ കൊണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM-കാരുടെ ചന്തിക്കെട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ നെഞ്ചത്ത് തന്നെയാണ്. നമസ്കാരം. രാജ്യത്ത് നിന്ന് നക്സലിസം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന അത് ഏകദേശം പൂർണ്ണമാകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഈ നക്സൽ ഭീകരവാദികളെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്നതിൽ വലിയ രീതിയിൽ എതിർപ്പ് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ് CPM-ന്റെ ദേശീയ നേതൃത്വം. അതിൽ ഇപ്പോ രാജ്യം നേരിടുന്ന വലിയൊരു ഭീകരവാദ പ്രശ്നം എന്നുള്ള നിലയിൽ ഇത് സാധാരണ ജനങ്ങൾ ഇത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോടൊന്ന് പ്രതികരിക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള അർജുൻ C. വനജാണ്. ചേട്ടാ നമസ്കാരം. ഇപ്പോ നക്സലിസം പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് തുടച്ചു നീക്കേണ്ടത് രാജ്യസുരക്ഷയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ CPM എന്തുകൊണ്ടാണ് ഇതിനെ ഇപ്പോ എതിർത്ത് മുന്നോട്ട് വരുന്നത്? ഇതിനകത്ത് നമുക്കിതിനെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഈ ചുവപ്പ് ഭീകരത അവസാനിപ്പിക്കണം എന്നുള്ളത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. നമ്മൾ എത്രത്തോളം രാജ്യം അതിൻ്റെ സൈനിക ശക്തി തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലും, അല്ലെങ്കിൽ നമുക്ക് സൈനിക രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഘട്ടത്തിലും നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള ആഭ്യന്തര സുരക്ഷയെ വലിയ തരത്തിൽ ബാധിക്കുന്ന വെല്ലുവിളിയായി മാറിയിരുന്ന ഒരു സംഭവമായിരുന്നു ഈ സേന എന്ന് പറയുന്നത്, ഈ ചുവപ്പ് ഭീകരസേന, പ്രത്യേകിച്ച് ഈ നക്സൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ, നമുക്കിപ്പോൾ കേരളത്തിലൊക്കെ കണ്ണൂരോ പാലക്കാടോ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ നക്സൽ ബാധിത ജില്ലകൾ എന്ന് പറയാൻ വേണ്ടി. അത് അതീവ ഗുരുതരമായിട്ടുള്ള നക്സൽ ബാധിത ജില്ലകൾ എന്ന് പറയാൻ വേണ്ടി നമുക്ക് കേരളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ നോർത്തിലെ അവസ്ഥയൊന്നും അങ്ങനെയല്ലായിരുന്നു. പശ്ചിമ ബംഗാളിലായിക്കോട്ടെ, ഈ ഛത്തീസ്ഗഡിലായിക്കോട്ടെ, ജാർഖണ്ഡിലായിക്കോട്ടെ, ഇവിടെയൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുള്ള ചില നക്സലുകളുടെ വിവിധ സേനകളുണ്ട്, വിവിധ ബറ്റാലിയനുകളുണ്ട്. ഇവരുടെ കയ്യിലായിരുന്നു ചില ഗ്രാമങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ ഇവർക്ക് പാരലായിട്ടുള്ള കോടതികൾ, പാരലായിട്ടുള്ള നിയമങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെ ഒന്നും തന്നെ നമ്മുടെ സേനയ്ക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റാത്ത തരത്തിൽ, നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നേരിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ അവർക്ക് ഈ ചുവപ്പ് എന്ന് പറയുന്ന എല്ലാം CPM ആണ് എന്ന് കരുതുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതുകൊണ്ട് അതിന് പിന്തുണ കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പരുതാം. പക്ഷേ ഈ CPM-ന്റെ എല്ലാ കാലത്തെയും നയം എന്ന് പറയുന്നത് ഈ എന്താ പറയുക, നമ്മൾ അമീർ കസബിനെ തൂക്കിക്കൊന്ന ഘട്ടത്തിൽ പോലും അത് തൂക്കിക്കൊലപാതകം ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ് CPM. അവരത്തരത്തിൽ കൊലപാതകം അല്ലെങ്കിൽ തൂക്കിക്കൊല്ലൽ അല്ലെങ്കിൽ ഇത് ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ പ്രവർത്തകർ മറ്റൊന്നുള്ളവരെ കൊല്ലുന്നതിനകത്ത് അവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള, നമ്മുടെ സേനകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നീക്കങ്ങൾ വളരെയധികം അഭിനന്ദനമാണ്. ഇപ്പം നമ്മുടെ ഈ പഹൽഗാം ഇഷ്യൂ നടന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അതേ ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ 21 ദിവസമായിട്ട് വലിയൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ജാർഖണ്ഡ് മേഖലയിലെ കനേഗുട്ടാലു കുന്നുകളിൽ വലിയൊരു സൈനിക ഓപ്പറേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ചൂടും കാര്യങ്ങളും അവരുടെ പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളും ലക്ഷക്കണക്കിന് രൂപയുടെ ആയുധങ്ങളും ഏകദേശം 1.25 കോടി രൂപയുടെ തലയ്ക്ക് വില പറഞ്ഞ ഇനാം പ്രഖ്യാപിച്ച അവിടുത്തെ ഈ ചുവപ്പ് ഭീകരർ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരെയാണ് നമ്മുടെ സൈന്യം വകവരുത്തിയത്. അതിൻ്റെ അകത്ത് നമ്മുടെ സൈന്യത്തിന് ഒരു 4-5 പേർക്ക് ചില കാഷ്വാലിറ്റി ഉണ്ടായെങ്കിലും ആ സംഭവങ്ങളെല്ലാം അതിജീവിച്ച് അവിടെ കൃത്യമായി ചെന്ന് ആ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി, ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നരേന്ദ്രമോദിയുടെ വാക്കുകൾ പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2026 മാർച്ച് 31 മുമ്പായിട്ട് രാജ്യത്തെ ചുവപ്പ് ഭീകരരെ പൂർണ്ണമായിട്ടും ന്യൂട്രലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും കൊന്നൊടുക്കുക എന്ന നിലയിലേക്കാണ്. പക്ഷേ ഈ കൊന്നൊടുക്കുന്ന നില വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ ഈ കീഴടങ്ങുന്ന സറണ്ടർ ആകപ്പെടുന്ന ഈ നക്സലുകളുടെ എണ്ണവും കൂടി വരികയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ബുദ്ധി ഉണ്ടാവില്ലല്ലോ. കുറേയൊക്കെ വിപ്ലവം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തോക്ക് നേരെ വന്നിരുന്ന സമയത്ത് പെരുമാറ് കാണിച്ച് വെടിയുണ്ടകളെ നെഞ്ചോട് സ്വീകരിച്ചു എന്നൊക്കെ നമുക്ക് എഴുതാനും വായിക്കാനും സാഹിത്യങ്ങളൊക്കെ പറ്റും. ആ വെടിയുണ്ട അടുത്ത് വരുന്നു എന്ന് കേൾക്കുന്ന നേരെ തോക്ക് പൊന്നിച്ച് വെള്ളത്തുണിയും പൊക്കി പിടിച്ച് പോയി സറണ്ടർ ആകുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഇതിൻ്റെ അകത്ത് പറയാതെ വയ്യ വിവരെ, കൊന്നത് ഈ നക്സലുകളെയാണെങ്കിലും അതെല്ലാം ചെന്ന് ആ വെടിയുണ്ടകൾ കൊണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM-കാരുടെ ചന്തിക്ക്
വെടിക്കെട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ നെഞ്ചത്ത് തന്നെയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ പ്രതികരണങ്ങൾ CPM ഉണ്ട്. പ്രത്യേകിച്ച് ഈ MABB ഒക്കെ ഈ പൊളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി ആയതിനു ശേഷം, ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഈ ഇത്തരത്തിലുള്ള അപക്വമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഈ മാവോയിസ്റ്റുകളെ കൊന്നൊടുക്കുന്നത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വെല്ലുവിളികളുമായി CPM വരുന്നത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം. നമുക്ക് ഒരു കാര്യം നമുക്ക് പറയാതെ വയ്യ. ഈ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളിവിടെ നമ്മുടെ പോലീസ് സേന മാവോയിസ്റ്റുകളെ കൊന്നൊരു സംഭവമുണ്ട്. ആ ഘട്ടത്തിൽ പോലും CPM പ്രതിഷേധമായിട്ട് സർക്കാരിനെതിരെ വന്നിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പ്രത്യക്ഷ പ്രതിഷേധം ഇല്ലായിരുന്നെങ്കിലും അവരെ പ്രസ്താവനകളിലൂടെയും കാര്യങ്ങൾ നീക്കുകയും, പിന്നെ ഈ മാവോയിസ്റ്റ് അനുകൂല സ്വഭാവമുള്ള അർബൻ നക്സലുകൾ നമ്മുടെ ഈ സമൂഹത്ത് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സ്വാധീനമുണ്ട് അർബൻ നക്സലുകൾക്ക്. അർബൻ നക്സലുകൾ ഇത്തരം ചെയ്തത് ഒരു പിണറായി സർക്കാരിന്, ഒരു CPM അനുകൂല അല്ലെങ്കിൽ ഒരു CPM സർക്കാർ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ നക്സലുകളെ കൊല്ലാൻ പാടില്ല എന്നുള്ള പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഒട്ടേറെ അർബൻ നക്സലുകളെ നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ CPMയുടെ നയം അതാണ്. അവരിൽ നിന്ന് നമ്മൾ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാം. ഇപ്പോ ഈ ഒറീസ, ഛത്തീസ്ഗഡ്, അതോടൊപ്പം തന്നെ ആന്ധ്ര, മഹാരാഷ്ട്ര, ഈ സംസ്ഥാനങ്ങളിലൊക്കെ വനവാസി മേഖലകളിലാണ് ഈ നക്സലുകൾ ഏറ്റവും കൂടുതൽ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുള്ളത്. ബീഹാർ അടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ. ഈ പ്രദേശങ്ങളിൽ യഥാർത്ഥത്തിൽ വികസനം എന്ന് പറയുന്ന സംഭവം ഉൾഗ്രാമങ്ങളിലേക്ക് എത്താതിരിക്കാൻ, അല്ലെങ്കിൽ വനവാസി മേഖലയിലേക്ക് എത്താതിരിക്കാനുള്ള പ്രധാന കാരണം ഈ ഒരു നക്സലിസം തന്നെയായിരുന്നു. തീർച്ചയായും അതിനകത്ത് വലിയ തരത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ ബീഹാർ, ഈ ഒറീസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നക്സൽ ബാധിത ജില്ലകളായിട്ട് നേരത്തെ അറിയപ്പെട്ടിരുന്ന ജില്ലകളുണ്ട്. അത്തരം ജില്ലകളുടെയൊക്കെ എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ നക്സൽ ബാധിത ജില്ലകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് അറിയുമ്പോൾ പിന്നെ പോവർട്ടിയാണ്, ഈ ദാരിദ്ര്യമാണ് ഇതിനകത്ത് ബേസിക്കലി പ്രശ്നം. ഈ ദാരിദ്ര്യം വരുന്ന സമയത്ത് നിങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥകൾക്ക് കാരണം ഈ സർക്കാരാണ്, ഈ ഭരണകൂടമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായിട്ട് കാരണം എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ പാവപ്പെട്ട ഈ വനവാസി അംഗങ്ങളെ, അല്ലെങ്കിൽ വനവാസി വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ സായുധ പോരാട്ടം നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ സർക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായിത്തരുള്ളൂ. നമ്മളെല്ലാം തന്നെ സായുധ പോരാട്ടങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യം പോലും ലഭിച്ചത് എന്ന രീതിയിലേക്ക് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇത്തരത്തിൽ അവരെ ആയുധങ്ങൾ ഏൽപ്പിച്ചത് സാധാരണയായിട്ടുള്ള വനവാസികളെ. അത്തരം വനവാസികളുടെ ഇടയിലേക്ക് അമിത്ഷാ വന്നവിടെ ചെയ്തിട്ടുള്ള ആദ്യം തന്നെ പോയിട്ട് ഇവരെ ന്യൂട്രലൈസ് ചെയ്യുമല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രതികരണങ്ങൾ ഈ സാധാരണക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം ഈ മാവോയിസ്റ്റുകൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ആദ്യം നമ്മുടെ സൈന്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെല്ലാം ആദ്യം ഇലക്ട്രിസിറ്റി കൊടുത്തു. ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്തതാണ് ഇലക്ട്രിസിറ്റി കൊടുത്തു. പിന്നെ പാർപ്പിടം കൊടുത്തു ഈ ഭാഗത്തെല്ലാം. അതേപോലെ തന്നെ റോഡുകൾ നന്നാക്കി. മുമ്പ് അവിടെ കറുത്ത ടാറിട്ട റോഡുകളില്ലായിരുന്നു, എല്ലാം മൺറോഡുകളായിരുന്നു. ആ മൺറോഡുകൾ മാറിയിട്ട് കറുത്ത ടാറിട്ട റോഡ് കണ്ടെന്ന സമയത്ത് പലപ്പോഴും പല മേഖലയിലും ആളുകൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് റോഡിൽ കയറുന്ന പോലെ അവസ്ഥയുണ്ടായി. അത്ര റോഡിന്റെ ഒരു മികവ് കണ്ടിട്ട് അത്തരത്തിൽ അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിൽ കൃത്യമായി വികസനം എത്തി. അവിടെ സ്കൂളുകൾ വന്നു, കോളേജുകൾ വന്നു, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു, ഹോസ്പിറ്റലുകൾ വന്നു. പ്രത്യേകിച്ച് അതിന്റെ അപ്പുറത്തായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരാൻ മടിച്ചു നിന്ന ഈ വനവാസി സമൂഹത്തിലെ കുട്ടികളെ സൈന്യം നേരിട്ടെത്തി പഠിപ്പിച്ചു അവരുടെ വീടുകളിൽ പോയിട്ട്. അവിടെ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഗർഭിണിക്ക് വേണ്ടിയിട്ടുള്ള പരിചരണം കൊടുക്കുന്നതിന് വേണ്ടി സൈനിക ആശുപത്രികളിൽ നിന്നുള്ള സ്റ്റാഫുകൾ നേരിട്ട് പോയി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവരുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്കം നടത്തി അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ പറ്റി, വിശ്വാസം പിടിച്ചു പറ്റാൻ പറ്റി. ആ വിശ്വാസം പിടിച്ചു പറ്റുന്ന ഘട്ടത്തിലാണ് പയ്യെ നമ്മൾ ഈ കാര്യം പറഞ്ഞത്. ഇതല്ലാ മാർഗം, ഇവിടെ വികസനം വരണം, വിദ്യാഭ്യാസമുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തലമുറ മാറി വരുന്നതനുസരിച്ചാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ 2026 മാർച്ച് 30-നുള്ളിൽ ഈ പറയുന്ന നക്സലുകളെ മൊത്തം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ